നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ദേശീയപാത ചിറങ്ങരയിലെ അടിപ്പാത നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയെന്ന് ആരോപണം. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് വൺ ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം. കൊടകര സരസ്വതി വിദ്യാനികേതൻ വിദ്യാലയത്തിൽ കിൻഡർ ഗാർട്ടൻ കോൺവൊക്കേഷൻ വിപുലമായി ആഘോഷിച്ചു. SSLC വിശേഷങ്ങളുമായി സ്കൂൾ വിദ്യാർത്ഥികൾ കളക്ടറെ കാണാനെത്തി. ആലത്തൂർ ALP സ്കൂളിൽ UKG വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ നടത്തി. വാർത്തകൾ വിശദമായി. ദേശീയപാത ചിറങ്ങരയിലെ അടിപ്പാത നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയെന്ന് ആരോപണം. കരാർ കമ്പനി അടിപ്പാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കമ്പി മതിയായ വലിപ്പമില്ലാത്തതാണെന്ന് കണ്ടെത്തി. ചിറങ്ങരയിൽ നിർമ്മാണം നടക്കുന്ന അടിപ്പാതയുടെ ഒരു വശം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. രണ്ടാമത്തെ വശത്തെ കോൺക്രീറ്റിങ്ങിന് ഉപയോഗിച്ചിരുന്ന കമ്പി ബലക്കുറവുള്ളതും ആവശ്യത്തിന് വണ്ണമില്ലാത്ത കമ്പിയാണെന്ന് കണ്ടതിനെ തുടർന്നാണ് നിർമ്മാണ ജോലികൾ നിർത്തിവെപ്പിക്കുകയും കെട്ടിയ കമ്പികൾ എല്ലാം അഴിച്ചു മാറ്റിക്കുകയും ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ PG സത്യപാലൻ, വർഗീസ് പയ്യപ്പള്ളി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നാണ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കോൺക്രീറ്റിംഗ് നടത്തുവാനിരുന്ന കമ്പികൾ പ്രതിഷേധത്തെ തുടർന്ന് അഴിച്ചുമാറ്റി. ദേശീയപാതയിൽ മുരിങ്ങൂരിലും കൊരട്ടിയിലും ചിറങ്ങരയിൽ നടക്കുന്ന നിർമ്മാണ ജോലികളെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമാണുള്ളത്. കരാർ എടുത്തിരിക്കുന്ന തമിഴ്നാട്ടിലുള്ള PST കമ്പനിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. യാതൊരുവിധ പ്ലാനുമില്ലാതെ പണിയും പണിത് കുറച്ചു കഴിയുമ്പോൾ അതെല്ലാം പൊളിച്ചു മാറ്റുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നത്. ഇവരുടെ ഇത്തരത്തിലുള്ള നിർമ്മാണം കാരണം ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. നിർമ്മാണ ജോലികൾ കൃത്യമായി വിലയിരുത്താൻ ദേശീയപാത എഞ്ചിനീയറിംഗ് വിഭാഗം തയ്യാറാവാതിരിക്കുന്നതാണ് പ്രശ്നത്തിന് കാരണം. നിർമ്മാണ കമ്പനിക്ക് തോന്നിയതുപോലെയാണ് നിർമ്മാണങ്ങൾ നടത്തുന്നത്. ഗുണമേന്മയും ഉറപ്പില്ലാതെയുമാണ് ഇവരുടെ നിർമ്മാണങ്ങൾ നടക്കുന്നത്. നിർമ്മാണത്തിൽ തന്നെ പലയിടത്തും അപകടങ്ങൾ നിത്യസംഭവമായി മാറുകയാണ്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റുകൾ തകർന്ന് അപകടങ്ങളും സംഭവിക്കുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗ തീരുമാനത്തിന് എതിരായിട്ടാണ് നിർമ്മാണങ്ങൾ നടക്കുന്നതെന്നും കൃത്യമായ മേൽനോട്ടമില്ലാതെയാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നത്. ഇക്കാര്യം ദേശീയപാത അധികൃതരെ അറിയിക്കുമെന്നും MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. നിർമ്മാണത്തിൽ വലിയ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ബലമില്ലാതെയാണ് ഇവരുടെ നിർമ്മാണങ്ങളെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു പറഞ്ഞു. ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണ കമ്പനികളുടെ നിർമ്മാണം മൂലം ദേശീയപാതയിൽ മുരിങ്ങൂർ മുതൽ പൊങ്ങം വരെ മണിക്കൂറുകളുടെ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. നിർമ്മാണ കമ്പനിയുടെ നിർമ്മാണം മൂലം ദേശീയപാതയിൽ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്ക് മൂലം യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ദുരിതം കണക്കിലെടുത്ത് പാലിയക്കര ടോൾ നിർമ്മാണം കഴിയുന്നതുവരെ ഒഴിവാക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് വൺ ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം. കമ്പനിയിലെ ഹൈഡ്രോളിക് യന്ത്രത്തിനാണ് തീപിടിച്ചത്. ഉച്ചയ്ക്ക് 12:15 തീപിടുത്തം ഉണ്ടായത്. തൃശ്ശൂരിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാ സേനാ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. 2 മാസം മുൻപും ഈ കമ്പനിയിൽ തീപിടിച്ചിരുന്നു. കൊടകര സരസ്വതി വിദ്യാനികേതൻ വിദ്യാലയത്തിൽ കിൻഡർ ഗാർട്ടൻ കോൺവൊക്കേഷൻ വിപുലമായി ആഘോഷിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമാകൃഷ്ണൻകുട്ടി ദീപപ്രജ്വലനം നടത്തി. ചടങ്ങിൽ വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും മെമന്റോയും വിതരണം ചെയ്തു. വിദ്യാലയത്തിലെ മാനേജർ TK സതീഷ്, പ്രിൻസിപ്പൽ റോഷൻ P നായർ എന്നിവർ വേദിയിൽ സന്നിഹിതരായി. കുട്ടികളുടെ വിവിധയിനം കലാപരിപാടികൾ സദസ്സിന് മോടികൂട്ടി. ജില്ലയിലെ വിവിധ മേഖലയിലുള്ളവരുമായി സംവദിക്കുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നടത്തുന്ന
മുഖാമുഖം മീറ്റ് ദ കളക്ടർ പരിപാടിയുടെ 30ാം അധ്യായത്തിൽ SSLC പരീക്ഷാ വിശേഷങ്ങളുമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പീച്ചിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും അധ്യാപകരും അതിഥികളായെത്തി. വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങൾ കളക്ടറുമായി സംസാരിച്ചു. ജില്ലാ കളക്ടർ കുട്ടികളോട് കഴിഞ്ഞ SSLC പരീക്ഷയെക്കുറിച്ചും അവരുടെ പരീക്ഷാ അനുഭവങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. ഫിസിക്സ്, സാമൂഹിക ശാസ്ത്ര പരീക്ഷകൾ അല്പം കഠിനമായിരുന്നുവെങ്കിലും ഭാഷാ വിഷയങ്ങൾ പൊതുവെ എളുപ്പമായിരുന്നുവെന്ന് കുട്ടികൾ കളക്ടറോട് പറഞ്ഞു. പരീക്ഷാ സമ്മർദ്ദങ്ങളെല്ലാം മാറി വേനലവധി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുമെന്നും കുട്ടികൾ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ തുടർ പഠന ലക്ഷ്യങ്ങളും സിവിൽ സർവീസ് പരീക്ഷാ തയ്യാറെടുപ്പിനെക്കുറിച്ചും കളക്ടറോട് ചോദിച്ചറിഞ്ഞു. തൃശൂർ ജില്ലാ കളക്ടറായി സേവനം അനുഷ്ഠിക്കുമ്പോഴുള്ള അനുഭവങ്ങളും ജില്ലയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. ജില്ലാ കളക്ടറുടെ സിവിൽ സർവീസ് പരിശീലനാനുഭവങ്ങൾ, കിളിമഞ്ചാരോ എൽബ്രസ് പർവ്വതാരോഹണാനുഭവങ്ങൾ എന്നിവ കുട്ടികൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ടായിരുന്നു. സ്കൂളിൽ കായിക പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്നും സ്കൂളിലെ കായിക ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ മറ്റ് ആവശ്യങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളും അധ്യാപകരും ജില്ലാ കളക്ടറെ അറിയിച്ചു. പരിപാടിയിൽ സൂര്യനന്ദന എന്ന വിദ്യാർത്ഥിനി താൻ സ്വയം നിർമ്മിച്ച നെറ്റിപ്പട്ടം കളക്ടർക്ക് കൈമാറി. വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും കളക്ടർ വിതരണം ചെയ്തു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന മുഖാമുഖത്തിൽ 21 വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപികമാരായ സി രേഖ, രവീന്ദ്രൻ, ജോയ്സി റോജ, MS സജിത, KR രതുല്യ എന്നിവരും പങ്കെടുത്തു. ആലത്തൂർ ALP സ്കൂളിൽ UKG വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ നടത്തി. PTA പ്രസിഡന്റ് സുനിൽ PS അധ്യക്ഷത വഹിച്ച യോഗം പറപ്പുകര ഗ്രാമപഞ്ചായത്ത് അംഗം സതീശൻ TK ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം മുൻ പ്രധാനാധ്യാപകൻ NS സന്തോഷ് ബാബു നിർവഹിച്ചു. ഗ്രാജുവേഷൻ ഓത്ത് പ്രധാനാധ്യാപിക PM ജിൻസ ചൊല്ലിക്കൊടുത്തു. സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങൽ ചടങ്ങിനു ശേഷം കുട്ടികൾ ഗ്രാജുവേഷൻ സോങ്ങിനനുസൃതമായി ചുവടുകൾ വച്ചു. MPTA പ്രസിഡന്റ് സുമി ബൈജു, അധ്യാപികമാരായ ഷീബ TM, കൃഷ്ണപ്രിയ TR, അനൂപ് CG ഉൾപ്പെടെ എല്ലാ രക്ഷിതാക്കളും നാട്ടുകാരും ചടങ്ങിൽ സന്നിഹിതരായി. കോട്ടകര ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായിരുന്ന പേരാമ്പ്ര കള്ളിയത്തുപറമ്പിൽ തോമസിന്റെ നിര്യാണത്തെ തുടർന്ന് സർവകക്ഷി അനുശോചന യോഗം നടത്തി. മുൻ പഞ്ചായത്ത് മെമ്പറും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം വൈസ് പ്രസിഡന്റുമായ തോമസ് കള്ളിയത്തുപറമ്പിലിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം നടത്തി. പേരാമ്പ്രയിൽ നടത്തിയ യോഗത്തിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ഫാദർ ജോബി വട്ടേക്കുന്നിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദ്, BJP ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി KO വർഗീസ്, പഞ്ചായത്ത് മെമ്പർമാരായ പ്രനില ഗിരീശൻ, റെക്സ്, KV ബാബു എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളായ സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, വിനയൻ തോട്ടാപ്പിള്ളി, ബൈജു അറയ്ക്കൽ, ജസ്റ്റിൻ പൊന്മിനിശ്ശേരി, CV ആൻഡു, ജോയ് ചെമ്പകശ്ശേരി, രഞ്ജിത്ത് VR, ജോണി മാഞ്ഞാങ്ങ, ബാബു പാലിയങ്കര, ഡേവിസ് പാലിയങ്കര എന്നിവർ നേതൃത്വം നൽകി. വാഹനങ്ങൾ കടക്കുമ്പോൾ പലപ്പോഴും അറിയാതെ നിരവധിയായിട്ടുള്ള അപകടങ്ങളും മരണങ്ങളുമാണ് ഈ പ്രദേശത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ശക്തമായി മുൻകാലങ്ങളിലൊക്കെ നേതൃപരമായ പങ്ക് വഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. ജനപ്രതിയായ മണ്ഡലം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു. തോമസ് ചേട്ടൻ കൊടകര കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റിനോട് ചേർന്ന് നിന്ന് ഏതാണ്ട് 1.5 വർഷം മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു അസുഖം അദ്ദേഹത്തിനുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയുന്നത്. അദ്ദേഹവും അത് അറിഞ്ഞിരുന്നില്ല എന്നതാണ് വസ്തുത. ഞങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി ടീച്ചറുമായിട്ടും അദ്ദേഹവുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇതൊക്കെ മാറും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടുള്ള ഒരു കേരള നിയമസഭയിൽ ആദ്യമായി ചാലക്കുടിയെ പ്രതിനിധീകരിച്ച ചാലക്കുടിക്കാരനായിരുന്ന മുൻ MLA അഡ്വക്കേറ്റ് PK ഇട്ടൂപ്പ് 27ാം ചരമവാർഷിക അനുസ്മരണവും പുരസ്കാര സമർപ്പണവും 5-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4:30 നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇട്ടൂപ്പ് മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം ചാലക്കുടി വ്യാപാര ഭവനിൽ വെച്ച് ജോസ് K മാണി MP ഉദ്ഘാടനം ചെയ്യും. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കും. ഇരിഞ്ഞാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ അതിഥിയായിരിക്കും. ഈ വർഷത്തെ സ്മാരക പുരസ്കാരം തൃശൂർ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറായ
അഡ്വക്കേറ്റ് KB സുനിൽകുമാറിന് സമർപ്പിക്കും. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ N. കുമാരൻ, അഡ്വക്കേറ്റ് ആൻഡോ ചെറിയാൻ, സുഭാഷ് ചന്ദ്രദാസ്, അഡ്വക്കേറ്റ് PI മാത്യു, സംവിധായകൻ സുന്ദർദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താനായി ഈ വർഷം എല്ലാ വർഷവും നടത്തുന്ന പോലെ ഈ വർഷവും നമ്മൾ അവാർഡ് നൽകുന്നത് അഡ്വക്കേറ്റ് KB സുനിൽകുമാറിനാണ്. അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർ, തൃശ്ശൂർ ജില്ലാ ലീഡറുമായിട്ടുള്ള അദ്ദേഹം ചാലക്കുടി മുനിസിപ്പൽ ചെയർമാനായിരുന്നു. സേവന രംഗത്ത് അദ്ദേഹം ഒരു വലിയൊരു സംഘടനയായ മേഴ്സി കോപ്സ് എന്ന ചാരിറ്റബിൾ സംഘടനയുടെ ചെയർമാൻ കൂടിയാണ്. മേഴ്സി കോപ്സ് എന്ന് പറയുമ്പോൾ തന്നെ 50ഓളം വീടുകൾ പണിതു കൊടുത്തു. 50ഓളം വീടുകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സേവന സംഘടനയാണ് മേഴ്സി കോപ്സ്. നമുക്കറിയാവുന്ന നമ്മുടെ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,510 രൂപ, പവന് 68,080 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത ചിറങ്ങരയിലെ അടിപ്പാത നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയെന്ന് ആരോപണം. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് 1 ടയർ റബ്ബർ കമ്പനിയിൽ തീപിടുത്തം. കൊടകര സരസ്വതി വിദ്യാനികേതൻ വിദ്യാലയത്തിൽ കിൻഡർ ഗാർട്ടൻ കോൺവൊക്കേഷൻ വിപുലമായി ആഘോഷിച്ചു. SSLC വിശേഷങ്ങളുമായി സ്കൂൾ വിദ്യാർത്ഥികൾ കളക്ടറെ കാണാനെത്തി. ആലത്തൂർ ALP സ്കൂളിൽ UKG വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.